വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്തിട്ട് മന്ത്ലി 5000 രൂപ മുതൽ 25000 രൂപ വരെ ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. ജോബിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ ടെലികോളർ ഫ്രീലാൻസർ എന്നാണ്. അതുകൊണ്ട് ഫ്രീലാൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് വർക്കോ അസൈൻമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ടെലികോളറാണ്. നമുക്ക് വരുന്ന കോൾ അറ്റൻഡ് ചെയ്യുക, അവർ ചോദിക്കുന്ന കാര്യങ്ങളിൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് ആൻസർ ചെയ്യുക. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ വരത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു ഫിക്സഡ് ടൈമിൽ വർക്ക് ചെയ്യണം. ആ ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അല്ലെങ്കിൽ ഒരു നമ്മൾ ടൈം കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ജോബ് വേക്കൻസിയാണ്. ജോബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്, അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് പോയി അന്വേഷിക്കുകയെങ്കിൽ അന്വേഷിക്കുക. അതല്ലാതെ നിങ്ങൾ ഫ്രണ്ട്സ് വഴിയോ അതല്ലാതെ റിലേറ്റീവ്സ് വഴിയോ അന്വേഷിച്ചിട്ട് ജെനുവിൻ ജോബാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഇൻഫർമേഷൻ തരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വേണം പോയി അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഈ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമായിരിക്കില്ല, കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പരും ആ ഒരു ഗൂഗിൾ റിസർച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ആ ഒരു രീതി ഉപയോഗിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഏൽപ്പിച്ചാൽ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ടെലികോളർ ഫ്രീലാൻസിങ് എന്ന് പറയുന്ന ഒരു ജോബാണ്. സ്കിൽ മോർ എന്ന് പറയുന്നിടത്താണ്, തിരുവനന്തപുരത്താണ് ജോബ് വേക്കൻസി വരുന്നത്. നമുക്ക് പേയ്മെൻറ്റ് സാലറി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 5000-നും 25000-നും ഇടയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പാർട്ട് ടൈം ജോബാണ് വരിക. ഫ്ലെക്സിബിൾ ഷെഡ്യൂളാണ്. നമുക്ക് തീരുമാനിക്കാം എപ്പോൾ ഏത് സമയത്ത് പഠിപ്പിക്കണമെന്നുള്ളത്. വർക്ക് ഫ്രം ഹോമാണ്. ജോബ് എന്ന് പറയുന്നത് വി ആർ സീക്കിംഗ് മോട്ടിവേറ്റഡ് ആൻഡ് ഡൈനാമിക് കോളർ ടു ജോയിൻ അവർ ടീം. അവർ നോക്കുന്നത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോളുകളൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു ആൾക്കാരെയാണ് അവർ നോക്കുന്നത്. ഇത് ഐഡിയൽ കാൻഡിഡേറ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ എൻഗേജിങ് വിത്ത് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ത്രൂ ഔട്ട് ബൗണ്ട് കോൾസ്, പ്രൊമോട്ടിംഗ് അവർ ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് ഡ്രൈവിംഗ് സെയിൽസ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ ഇവർ പറയുന്നത് ടെലികോളർ കോളിങ്ങിലൂടെ അവരുടെ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കോളിംഗ് പ്രോഗ്രാമിലൂടെ ഹെൽപ്പ് ചെയ്യണം. ദിസ് റോൾസ് റിക്വയർസ് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് എബിലിറ്റി ടു എഫിഷ്യൻ്റ്ലി നെഗോഷിയേറ്റ് ആൻഡ് ക്ലോസ് ഡീൽസ്. ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് സെയിൽസ് വി വാണ്ട് ടു ഹിയർ ഫ്രം യു. അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു ടെലികോളർ എന്ന പോസ്റ്റ് അവർ ഉദ്ദേശിക്കുന്നത് കോളിങ്ങിലൂടെ നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുക. അവരുടെ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ സെയിൽസ് ഡീലിംഗ് ഒക്കെ ചില കസ്റ്റമർ വിളിച്ചിട്ട് നമ്മളോട് എൻക്വയറി നടത്തത്തില്ലേ. ഇപ്പം ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം, വാഷിംഗ് മെഷീൻ വാങ്ങിക്കണമെങ്കിൽ അവർ നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രോഡക്റ്റിൻ്റെ റേറ്റ് എത്രയാണ്, അങ്ങനത്തെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, എങ്ങനെയാണെന്നൊക്കെ അവർ വിളിച്ചിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ ചോദിക്കുന്ന ആൻസറിന് നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കണം, അവരെ കൊണ്ട് അത് സാധനം പർച്ചേസ് ചെയ്യിപ്പിക്കണം. അതിനാണ് നമ്മൾ ടെലികോളർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ വിളിച്ച് സംസാരിക്കുന്ന ആളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ജോബിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റി: കണ്ടിന്യൂഡ് ഔട്ട്ബൗണ്ട് കോൾസ് ടു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്, ഇൻട്രൊഡ്യൂസ് അവർ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പം ഇവർ നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ അവർ പറയും എങ്ങനെയാണ് നമ്മൾ കോളിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അൾട്ടിമേറ്റ് വാം കോളിംഗ് ടെക്നിക് ആൻഡ് ബിൽഡർ ആപ്പ് ആൻഡ് എൻഗേജ് ക്ലയൻറ്റ് എഫിഷ്യൻറ്റി. അപ്പോൾ പറയുന്നത് നമ്മുടെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുക,
ക്ലയൻറ്റുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റീവ് കോഴ്സ് ബെനിഫിറ്റ് ക്ലിയർലി ആൻഡ് പ്രിവേഴ്ഷ്യലി ടു ഡ്രൈവ് ഇൻട്രസ്റ്റ്. അപ്പം ക്ലയൻറ്റിന് എന്താണ് വേണ്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക. നെഗോഷിയേറ്റഡ് ടേംസ് ആൻഡ് കോൾസ് സെയിൽസ് വിൽ മെയിൻറ്റെയിൻ പോസിറ്റീവ് കസ്റ്റമർ എക്സ്പീരിയൻസ്. അപ്പം കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആയാലും നമ്മൾ ഫീഡ്ബാക്ക് നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഡോക്യുമെൻറ്റ് ഇൻട്രാക്ഷൻ ആക്വർലി വിത്ത് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഫോർ ഫോളോ അപ്പ് ആൻഡ് റിപ്പോർട്ടിംഗ് പർപ്പസ്. അപ്പം ഡോക്യുമെൻ്റ് ഇൻട്രാക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെയാണ്. പിന്നെ ഇവർ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസസ് ഇൻ ഔട്ട്ബോർഡ് കോളിംഗ്, ടെലി മാർക്കറ്റിംഗ് ഓർ ഇൻസൈഡ് സെയിൽസ് ഇസ് പ്രിഫറഡ്. അപ്പോൾ നമ്മൾക്ക് ഇതിന് മുന്നേ സെയിൽസിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടെലികോളിങ്ങോ ടെലി മാർക്കറ്റിങ്ങിലോ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഫെമിലിയറിറ്റി വിത്ത് എഡ്യൂക്കേഷണൽ സെയിൽസ് ഈസ് എ പ്ലസ്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ പരമായിട്ട് എന്ന് വെച്ചാൽ സെയിൽസിൽ നല്ല പരിജ്ഞാനമോ വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെങ്കിലും നോളജൊക്കെ ഉണ്ടെങ്കിൽ അതും അവർ കൺസിഡർ ചെയ്യും. സ്ട്രോങ് നെഗോഷിയേറ്റീവ് സ്കിൽസ് വിത്ത് ട്രാക്ക് റെക്കോർഡ് മീറ്റിംഗ് ആൻഡ് എക്സീഡിങ് സെയിൽസ് ടാർഗറ്റ്. സ്ട്രോങ് ആയിട്ടുള്ള നെഗോഷിയേറ്റ് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് ടാർഗറ്റൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ എക്സലൻ്റ് ആയിട്ടുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ മലയാളത്തിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് അത് തന്നെ അവർ പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ബിൽഡ് റിലേഷൻഷിപ്പ് ക്വിക്കലി ആൻഡ് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റിലൂടെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് നോക്കുക. 6 മണിക്കൂർ തൊട്ട് 6 അല്ലെങ്കിൽ 20 മണിക്കൂർ ഒരു പെർ വീക്കിൽ നമ്മൾ 6 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വർക്ക് ചെയ്തിരിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സാലറി കൂടാതെ നമുക്ക് കമ്മീഷൻ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജോബിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ലിങ്കും ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജോബിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അതിനോടൊപ്പം തന്നെ അഡ്രസ്സ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് അഡ്രസ്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.